കെ ജി താര, ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ അടിച്ച കാറ്റിന്റെ വേഗത 67 km/h. പെരിങ്ങോത്ത് 59 km/h, എരിക്കുളത്ത് 44 km, ചെമ്പേരിയിൽ 44, കുട്ടൂവിൽ 41, പാണത്തൂർ 41, പിലിക്കോട് 41, വിലങ്ങാട് 41 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേഗതയിൽ കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഇന്നലെ മുതൽ ഇന്ന് വരുന്ന വാർത്തകളുടെ പ്രധാന കണ്ടന്റ് മരം വീണ് വീടുകൾക്ക് മുകളിൽ വീഴുക എന്നുള്ളതാണ്. അത് സംസ്ഥാന വ്യാപകം ഒരുപാട് വീടുകൾക്ക് എന്ന് പറഞ്ഞാൽ ആളപായം ഉണ്ടാവുന്നില്ലെന്ന് മഹാഭാഗ്യം. പക്ഷെ ഒരുപാട് വീടുകൾക്ക് മുകളിലേക്ക് മരം വീഴുന്നുണ്ട്. കാലവർഷത്തിന്റെ തുടക്കം ഓൺസെറ്റിൽ തന്നെ ഇങ്ങനെ ആയാൽ നമ്മൾ വരും ദിവസങ്ങളിൽ ആ മേഖലയിൽ കൂടി കരുതിയിരിക്കേണ്ടത് എന്താണ് ഡോക്ടർ കെ ജി താര? ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നമ്മളിപ്പോൾ കാണുന്നത് ഈ ശക്തിയേറിയ കാറ്റാണ്. ഇതുപോലെ നമ്മൾ ഇത്രയും ശക്തിയേറിയ ഒരു കാറ്റ് നമ്മൾ മഴക്കാലത്തിനോട് അനുബന്ധിച്ച് നമ്മൾ ഇതുവരെ അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഈ കാറ്റിനോടൊപ്പം നമ്മൾ കാണുന്ന ഒരു മറ്റൊരു പ്രത്യേകത ഈ മരങ്ങൾ കടപുഴകി വീഴുന്നു. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, ഈ മരങ്ങൾ ഒരു വലിയ പരിധിവരെ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്നു. പക്ഷേ ഈ മരങ്ങളെ സംരക്ഷിക്കാനുള്ള പരിപാടികൾ നമ്മളുടെ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വലുതായിട്ടൊന്നും ആസൂത്രണം ചെയ്യാത്തത് കൊണ്ട് ഈ മരങ്ങൾ വളരെ ഒരു ചെറിയ ഒരു കാരണം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ ഓൾറെഡി മുകളിൽ കാണത്തക്ക രീതിയിലാണ് പല വലിയ മരങ്ങളും നിൽക്കുന്നത്. അപ്പോൾ അതിനെ മുറിച്ചു കളയുക എന്ന് പറയുന്നതല്ല ചെയ്യേണ്ടത്, അതിനെ സംരക്ഷിക്കുകയാണ്. പല രാജ്യങ്ങളിലും ചെയ്യുന്നത് അതിൻ്റെ താഴെ മണ്ണിട്ട്, മഴക്കാലത്തല്ല അത് ചെയ്യേണ്ടത്, അതിന് മുമ്പാണ് ചെയ്യേണ്ടത്. അത് സംരക്ഷിച്ച് നിർത്തുകയും അത് മറിഞ്ഞു പോകാതെ അതിന് താങ്ങ് കൊടുക്കുകയും ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മഴക്കാലം ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. 5 ദിവസം നേരത്തെ നമ്മൾ ആരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ കൂടിയും മഴ എന്തായാലും ഇത് ചെയ്യേണ്ടതാണ്. ഇതെന്ന് പറഞ്ഞാൽ മരം ഒടിഞ്ഞ് ഇപ്പോൾ എന്താണ് അപകടാവസ്ഥ നിൽക്കുന്ന മരങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ ഒടിയാൻ പരുവത്തിൽ നിൽക്കുന്ന മരത്തിന്റെ ചില്ലകൾ ഏതാണ് എന്നൊക്കെ ഒരു ഓഡിറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിൽ യോഗങ്ങളൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട്. അതിന്റെ ഒരു അഭാവം ഇവിടെ കാണുന്നുണ്ടോ, അതോ താങ്കൾ പറയുന്ന പോലെ കാറ്റിന്റെ വല്ലാത്ത വേഗതയാണോ പ്രശ്നമാവുന്നത്? ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, കാറ്റിന്റെ വേഗത തീർച്ചയായിട്ടും പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ കാറ്റിൽ ഒടിഞ്ഞു വീഴാൻ പാടില്ലാത്ത വലിയ ഒരു പ്രസ് ക്ലബിൻ്റെ മുമ്പിലുള്ളത് അത് വലിയൊരു മരമാണ്. അപ്പോൾ ആ കാറ്റ് ഈ കാറ്റിൽ അത് മറിഞ്ഞു വീഴത്തക്ക രീതിയിലുള്ള ഒരു മരമല്ല അവിടെ നിന്നിരുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ സംരക്ഷണ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന കോർപ്പറേഷനുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഈ മോണിറ്ററിങ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഈ മരത്തിൻ്റെ കൊമ്പും ചില്ലയും ഒക്കെ മുറിച്ചു മാറ്റുന്നത് KCB കാലാകാലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മരങ്ങളുടെ സംരക്ഷണം നമ്മൾ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാനിതുവരെ അങ്ങനെ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ വന്ന് കാണുന്നില്ല. അപ്പോൾ ഇത് ഏറ്റവും പഴക്കമേറിയ വീടുകൾക്കും കൃഷിനാശം, വ്യാപകമായ കൃഷിനാശമാണ് ഈ കാറ്റിൻ്റെ ഫലമായിട്ട് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഈ കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ കൂടെ അവർ പറയുന്ന ഹൈ റിസ്ക് ഓഫ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ മിന്നൽ പ്രളയങ്ങൾ. ആ മിന്നൽ പ്രളയങ്ങൾക്കുള്ള സാധ്യത വളരെ ഹൈ റിസ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഇത് കാണുന്നത്. പിന്നെ ഏറ്റവും ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഈ നാഷണൽ ഹൈവേ, ദേശീയപാത ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പാതയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഈ അതിതീവ്ര മഴയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ വേണ്ടത്ര സംരക്ഷണമില്ലാതെ, വേണ്ടത്ര അതിൻ്റെ ഒരു പാരിസ്ഥിതിക ഒരു പഠനം നടത്താതെ ചെയ്തിട്ടുള്ള ഈ ദേശീയപാതയുടെ ഇരുപുറവും വസിക്കുന്ന ആളുകളാണ് ഏറ്റവും ജാഗ്രത പുലർത്തേണ്ടതും ഈ ജില്ലാ ഭരണകൂടങ്ങൾ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും ഈ ദേശീയപാതയോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കൂടി ആണെന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരുപാട് വെള്ളം, ഈ അതിതീവ്ര മഴ എന്ന് പറഞ്ഞാൽ 204 മില്ലിമീറ്ററിന് മുകളിൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ അത്രയും ഒരു ദിവസം അത്രയും പെയ്യുന്ന ഒരു മഴയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്.
അപ്പം അത്രയും വെള്ളം അവിടെ ശേഖരിക്കപ്പെടുമ്പോൾ ഈ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്, വിള്ളൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇടിമിന്നൽ ദുരന്തങ്ങൾ ഈ അല്ലാത്ത ഭാഗങ്ങളിൽ, ഈ നാഷണൽ ഹൈവേയുടെ ഭാഗമായില്ല അല്ലാത്തുള്ള ഭാഗങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. കള്ളക്കടൽ എന്ന് പറയുന്ന പ്രതിഭാസം മൂലം തീരദേശ മേഖലകളിൽ ബുദ്ധിമുട്ട് വരാൻ പോകുന്നുണ്ട്. അവിടെയും നമ്മൾ ഈ അവരോട് നമ്മളുടെ ഏറ്റവും എളുപ്പമുള്ള ഒരു സംഗതി എന്താ, മീൻ പിടിക്കാൻ പോകരുത് എന്ന മത്സ്യബന്ധന തൊഴിലാളികളോട് നമ്മൾ പറയുന്നു. അവരെങ്ങനെ കഴിയണം? അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഓർഡറിൻ്റെ ഉത്തരവിൻ്റെ കൂടെ പറയേണ്ടതല്ലേ. അവർക്ക് ഞങ്ങൾ ഈ മീൻ പിടിക്കാൻ കടലിൽ പോവാത്ത ദിവസത്തെ എക്സ്ഗ്രേഷ്യ അല്ല ഇത്ര രൂപ ഞങ്ങൾ ഒരു സഹായധനം പ്രഖ്യാപിക്കണം. അത് കൂടി ഞാൻ ഉത്തരവിൽ അത് കാണുന്നില്ല. ഇനി ഞാൻ വിട്ടുപോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറയണം അവരുടെ ജീവനോപാധി എന്ന് പറയുന്നത് കടൽ. അല്ല, സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല മാഡം. അങ്ങ് പറയതേ ഉള്ളൂ മീൻ പിടിക്കാൻ പോകരുത് എന്നങ്ങ് പറയലേ ഉള്ളൂ. അതല്ലാതെ പോവാത്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യും എന്നാരും പോകരുതെന്ന് പറഞ്ഞാൽ അവര് വർഷത്തില് ആ വർഷത്തില് എത്ര ദിവസം, ഒരു മാസത്തില് 10-20 ദിവസം ഈ വേലിയേറ്റത്തിന്റെ സമയം, കള്ളക്കടൽ, പിന്നെ ഈ ചുഴലിക്കാറ്റ്, പിന്നെ അതിശക്തമായ മഴ, ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഒരുപാട് ദിവസങ്ങളിൽ അവരുടെ പ്രവൃത്തി ദിനങ്ങൾ നഷ്ടപ്പെടുന്നു. അവരെങ്ങനെ കഴിയണം? അത് നമ്മൾ ഈ ആശാപ്രവർത്തകർ കുറച്ചുകൂടി വിശാലമായ ഒരു ചോദ്യമാണത്. അത് നമുക്ക് കുറച്ചുകൂടി വിശാലമായ ചോദ്യം